അവളോട് തന്നെ നെഞ്ചിൽ മുഖമിട്ട് ഉരുട്ടുന്ന തൻ്റെ കുഞ്ഞിപ്പെങ്ങളെ മിഥുൻ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, എൻ്റെ ത്രിലോകേട്ടൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇടർച്ചയോടെ പറഞ്ഞു. ഇപ്പൊ എൻ്റെ കുട്ടിക്ക് സന്തോഷമായില്ലേ? മോളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അവൻ അവളെ നെറുകിൽ മുത്തിക്കൊണ്ടു പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ശ്യാമൻ തപസ് മാമിയും കുറച്ചു മാറി ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിന്നു. സ്വാമിജി ത്രിലോകേട്ടനെയും കൊണ്ട് അകത്തെ മുറിയിലേക്ക് പോയിട്ട് ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ ഏട്ടാ. ആമി അസ്വസ്ഥതയുടെ ശ്യാമനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ഉള്ളിൽ തിരികെ വരുന്ന ത്രിലോകിനെ തങ്ങളെ മനസ്സിലാക്കുമോ എന്ന ഭയമായിരുന്നു. പുതിയ ചികിത്സ തുടങ്ങിയിട്ടല്ലേയുള്ളൂ മോളെ, കുറച്ച് താമസം എടുക്കുമായിരിക്കും. അവൻ പറഞ്ഞു കേട്ട് അവൾ നിരാശയുടെ ദൂരേക്ക് നോക്കി നിന്നു. അവൾ തന്നെ നോക്കിക്കൊണ്ട് നിന്ന തപസ്സിന് അവളുടെ അസ്വസ്ഥതയുടെ കാരണം മനസ്സിലായതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടായിരുന്നു. അവൻ അവൾ തോളിലൂടെ കയറ്റുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ശേഷം കുറച്ച് മുന്നോട്ട് മാറി നിന്നു. എന്തു പറ്റി എൻ്റെ ജാൻസി റാണിക്ക്? ആകെ ഒരു മൂഡ് ഓഫ്. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമല്ലേ? അവൻ പറഞ്ഞു കേട്ട് അവൾ മുഖമുയർത്തി അവനെ ദയനീയമായി നോക്കി. എന്താടാ? അവളെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ കണ്ട് അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ലെന്ന രീതിയിൽ അവൾ തലയാട്ടിയതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഉണർന്നു വരുന്ന ത്രിലോകം നിന്നെ തിരിച്ചറിയില്ല എന്ന ചിന്തയാണോ എൻ്റെ കുഞ്ഞിൻ്റെ വിഷമത്തിന് കാരണം? അവൻ ചോദിച്ചു കേട്ട് അവൾ അതേന്ന രീതിയിൽ തലയാട്ടി. നമ്മളെന്തെങ്കിലും അമിത പ്രതീക്ഷ കൊടുക്കരുത് മിയ. ഒടുവിൽ പ്രതീക്ഷ നടക്കാതെ ആകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ അവനെ ദയനീയമായി നോക്കി. അപ്പോൾ അതിനർത്ഥം ത്രിലോകേട്ടന് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ലെന്നല്ലേ? അതിനവൻ മറുപടിയൊന്നും പറയാതെ അവളെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം മാണിക്കശ്ശേരി കോവിലകത്ത് നമ്മളീ ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആയാലോ ഏട്ടാ. അന്ന് ആ ചെക്കൻ്റെ വാക്കും കേട്ട് അവൻ്റെ കൂടെ നിന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നെന്ന് കരുതിയതാണ്. പക്ഷെ എല്ലാം തെറ്റി. കയ്യിലിരുന്ന മധ്യ ക്ലാസ് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ശേഖരൻ പകമുറ്റിയ മനസ്സോടെ മുന്നിലിരിക്കുന്ന ഗോവിന്ദനോടായി പറഞ്ഞു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അവൻ ചത്തു തുളഞ്ഞ ശേഷം അവളെ തിരികെ കൊണ്ടുവന്ന് ആ ശേഖരൻ്റെ മകനുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നും അതിലൂടെ നമ്മുടെ ബിസിനസ് വിപുലീകരിക്കണമെന്നുമൊക്കെ പ്രതീക്ഷിക്കുന്നതായിരുന്നു. പക്ഷെ എല്ലാം പന്ന തോലച്ചു. വായിൽ വന്ന മുഴുത്ത തെറി പുറത്തേക്ക് തൊപ്പിക്കണ്ട ഇയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ചത്തു തുളഞ്ഞെന്ന് കരുതി അതേസമയം തന്നെ അവളൊരു ഒളിച്ചോട്ടം. എന്തെങ്കിലും കയ്യിൽ കിട്ടുമെന്ന് കരുതി കാത്തിരുന്നതാണ്. എന്നിട്ടോ അവളെയും കിട്ടിയതുമില്ല. ഇപ്പോൾ ചത്തവൻ തിരിച്ചു വരിക കൂടി ചെയ്തിരിക്കുന്നു. എന്തായാലും മുറിച്ചൽ മുറി കൂടുന്ന ഇനം തന്നെയാ. അതുകൊണ്ടല്ലേ ചത്ത് പുലകുളി അടിയന്തരവും നടത്തിയവൻ ജീവനോട് തിരികെ വന്നിരിക്കുന്നത്. ശേഖരൻ എത്രയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ ഉള്ളിലെ ദേഷ്യം മടങ്ങുന്നുണ്ടായിരുന്നില്ല. ഈ സമയം മുഴുവനും ഗോവിന്ദനൊന്നും മിണ്ടാതെ എന്തൊക്കെയോ കണക്കുകൾ കൂട്ടിയും കിഴിക്കുന്ന തിരക്കിലായിരുന്നു. നന്ദി ആലോചിക്കുന്നത്. താൻ പറയുന്നതും ശ്രദ്ധിക്കാതെ മറ്റെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദനെ നോക്കിക്കൊണ്ട് ശേഖരൻ ചോദിച്ചു. ശേഖരന്റെ ചോദ്യം കേട്ട് ഗോവിന്ദൻ ചിന്തകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് അയാളെ ഒന്ന് നോക്കി. എന്തേട്ടാ? അയാളുടെ നോട്ടം കണ്ട് ശേഖരൻ വീണ്ടും ചോദിച്ചു. അല്ല, ഞാൻ ആ ശേഖരനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അയാളെക്കുറിച്ചോ? അയാളെക്കുറിച്ച് എന്താ? ഗോവിന്ദൻ പറഞ്ഞു കേട്ട് ശേഖരൻ സംശയത്തോടെ ചോദിച്ചു. അയാളൊരു പെരുമ്പാമ്പാണ് ശേഖര. ഇരികെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊടുക്കുന്ന പെരുമ്പാമ്പ്. അതെന്താ ഏട്ടനിപ്പോ അങ്ങനെ പറഞ്ഞത്? മിഥുവിന് വേണ്ടി കല്യാണം ആലോചിച്ച കിരണിന്റെ അച്ഛനാണ് രാജശേഖരൻ. രാജശേഖരൻ ഗോവിന്ദന്റെയും ശേഖരന്റെയും ബിസിനസ് പാർട്ട്ണർ കൂടിയാണ്. ശേഖരൻ മനസ്സിലോർത്തുകൊണ്ട് വീണ്ടും ചോദിച്ചു. അയാളുടെ മറുപടി ശേഖരൻ വീണ്ടും സംശയം നിറച്ചിരുന്നു. നിനക്കറിയാലോ ശേഖര, ഇപ്പം നമ്മുടെ പല പ്രൊജക്റ്റുകളും ആ രാജശേഖരന്റെ കയ്യിലാണുള്ളത്. അയാൾ ചോദിച്ചതും ശേഖരൻ അറിയാമെന്ന രീതിയിൽ തലയാട്ടി. അതിലൂടെ നമുക്കിപ്പോൾ വലിയ ഒരു ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. നീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശേഖരനിൽ വീണ്ടും സംശയം നിറഞ്ഞു. അതിന് മറുപടിയായി അയാൾ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. പിന്നാലെ തന്നെ ശേഖരനും ഇറങ്ങിച്ചെന്നു. അന്ന് രാജശേഖരനുമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പ്രൊജക്ടിന്റെ സമയത്താണ് അയാളുടെ മകൻ കിരൺ മീതുവിനെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ അവന്റെ മനസ്സിൽ ഇടം പിടിച്ചത് കൊണ്ടാണ് അതും ഒരു വിവാഹാലോചന രൂപത്തിൽ നമ്മുടെ മുന്നിലെത്തിയത്. മകൻ ആഗ്രഹിക്കുന്നതെന്ന് നേടിക്കൊടുക്കുന്ന രാജശേഖരൻ ഇതിനും അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ പിടിവള്ളി. നിനക്കറിയാലോ, അയാളുമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് അതൊരു വമ്പൻ പ്രോജക്റ്റ് തന്നെയായിരുന്നു. ഏകദേശം 100 കോടിക്ക് മേലെയുള്ള പ്രൊജക്റ്റ്. അയാൾക്ക് നഷ്ടമുണ്ടാക്കുമെന്നറിയാമായിരുന്നിട്ടും അയാളത് നമുക്ക് വിട്ടുതന്നത് മിഥുവിന് കിരണ് കൊടുക്കുമെന്ന ഉറപ്പിന്മേലായിരുന്നു. പിന്നീട് പല പ്രൊജക്റ്റുകളും ഒരു കാരണം പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കി. പക്ഷേ എല്ലാം തകിടം മറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. ശരിയേട്ടാ, അയാളിലൂടെ നമ്മുടെ ബിസിനസ്സിന് മുന്നേറ്റം തന്നെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അന്ന് അവൾക്ക് വേറെ ഒരുത്തിന് ഇഷ്ടമാണെന്നറിയുന്നത്. സത്യത്തിൽ അതറിഞ്ഞപ്പോൾ തന്നെ അവനങ്ങ് വെട്ടി അറിയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഏട്ടനെന്ന അതിനെ എതിർത്തത് കൊണ്ടാണ് ഞാൻ നടങ്ങിയത്. ഗോവിന്ദൻ പറയുന്നതിനിടയിൽ ശേഖരൻ അയാളെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു.
നമ്മളന്നത് ചെയ്തിരുന്നുവെങ്കിൽ എല്ലാവരും എല്ലാം അറിഞ്ഞേനെ. നമ്മുടെ പ്ലാനുകളെല്ലാം വെള്ളത്തിലായണേ. എന്നിട്ട് എല്ലാം അറിഞ്ഞില്ലേ? അയാൾ ചോദിച്ച കേട്ട് ശേഖരൻ പുച്ഛത്തോടെ ചോദിച്ചു. അറിഞ്ഞു. എന്തുകൊണ്ടാ? അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട്. അല്ലായിരുന്നെങ്കിലോ ആരും ഒന്നും അറിയില്ലായിരുന്നു. നയത്തിന് നമുക്ക് കിരണം മിതുവുമായിട്ടുള്ള വിവാഹം നടത്താമായിരുന്നു. എൻ്റെ പ്ലാനിങ്ങും അത് തന്നെയായിരുന്നു. എന്ത് പ്ലാനിങ്? ശേഖരൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു. ആരും ഒന്നും അറിയാതെ കിരണിനെ കൊണ്ട് മിഥുവിനെ വിവാഹം കഴിപ്പിച്ച ശേഷം ഇരിച്ചേതിക്കറിയാതെ ആ ത്രിലോകിനെ അങ്ങ് തീർത്ത് കളയാനായിരുന്നു എൻ്റെ പ്ലാനിങ്. അതാകുമ്പോൾ കാമുകിയുടെ വിവാഹം കഴിഞ്ഞ നിരാശയിൽ ആത്മഹത്യ ചെയ്ത കാമുകെന്ന തലക്കെട്ടോടുകൂടി വാർത്ത വന്നനെ. പക്ഷെ അന്നത് നടന്നില്ല. അതിനു മുന്നേ ആ മോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഹോ, അതിൻ്റെ പേരിൽ നമുക്കുണ്ടായ നഷ്ടം ചില്ലറയില്ല. ആ പ്രോജക്റ്റുകൾ വെച്ച് അവർ നമ്മുടെ ബിസിനസ്സുകളെല്ലാം തകർക്കാൻ നോക്കിയില്ലേ? അന്നെന്ത് സംഭവിച്ചാലും ത്രിലോക് എന്ന് പറയുന്നവനെ കൊന്ന് മിഥുനെ തിരികെ അവൻ്റെ മകൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകിയത് കൊണ്ടാണ് അയാളൊന്ന് അടങ്ങിയത്. കാരണം അവൻ്റെ മകനും മിഥുവിനുള്ളത് ഒരുതരം ഭ്രാന്താണ്. അവളെ നേടണമെന്ന ഭ്രാന്ത്. അതിനവളുടെ വിവാഹം കഴിഞ്ഞു പോയിന്നത് അതൊന്നും അവനൊരു തടസ്സമായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവനോട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തിരികെ വരാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. ആരും ഒന്നും അറിയാതെ എല്ലാവരും എല്ലാം മറന്നിരിക്കുന്ന സമയത്ത് തിരിച്ചടിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നുള്ളൂ. അതിനു വേണ്ടി തന്നെ ആ റോബിൻ എന്ന് പറയുന്നവനെയും പിന്നെ ഈ മോഹനെയും നമ്മുടെ കൂടെ നിർത്തിയത്. ആ ആക്സിഡന്റോടെ അവൻ ചത്തു തുറഞ്ഞെന്ന് കേട്ട നിമിഷം കാര്യങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഒതുങ്ങിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ മോളെ തിരോധാനം. അതോടുകൂടി ആ രാജശേഖരൻ വീണ്ടും നമ്മളോട് ഇടഞ്ഞു. പക്ഷെ അയാളുടെ മകൻ നമ്മുടെ കൂടെ തന്നെ നീങ്ങും. അപ്പോഴേക്കും അവനും ഇതൊരു വാശിയായി മാറിയിരുന്നു. അതായിരുന്നു പിന്നെ നമ്മുടെ തുറപ്പ് ചീട്ട്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഏട്ടാ. ഇപ്പൊ വേറെ എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? ആ ത്രിലോക് എന്ന് പറയുന്നവൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ഇനി രാജശേഖരൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. നമ്മുടെ ബിസിനസ്സുകളെല്ലാം ഒറ്റയടിക്ക് തകർക്കാൻ അയാൾക്ക് സാധിക്കും. അന്ന് നശിച്ചവൻ വീണ്ടും എങ്ങോട്ടൊക്കെ ഒളിച്ചോടിപ്പോയിന്ന് അറിഞ്ഞ ശേഷം അവളെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും നമ്മളെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് തന്നെയായിരുന്നു കരുതിയത്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ ഒരു നരുന്ത് പെണ്ണ് എത്ര ദൂരത്തേക്ക് പോയി ഒളിക്കാനെന്ന് കരുതി. പക്ഷെ വർഷം ഒന്നുമായിട്ടും അവളെ കണ്ടെത്താൻ സാധിക്കാതിരുന്നപ്പോഴാണ് ചെയ്തത് അബദ്ധം മനസ്സിലായത്. അല്ലെങ്കിൽ തന്നെ എങ്ങനെ സാധിക്കും അവളെ സഹായിക്കാൻ? നിന്റെ മകനും അവളെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതറിയാൻ കുറച്ച് വൈകിപ്പോയി. അയാൾ പല്ലിഞ്ഞേരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് ശേഖരൻ തല കുനിച്ചു. ഇപ്പോൾ ആ രാജശേഖരൻ വീണ്ടും ചെറുതായിട്ട് ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ ചത്തട്ടിൽ എന്നുകൂടി അയാൾ അറിഞ്ഞാൽ എല്ലാം തകരും. ഗോവിന്ദൻ നെറ്റി ഒഴിഞ്ഞോട് പറയുന്ന കേട്ട് ശേഖരനൊന്നും മിണ്ടാതെ കയ്യിലിരുന്ന മദ്യം വായിലേക്ക് കമിഴ്ത്തി. ഏട്ടൻ ടെൻഷൻ ആവണ്ട. എന്ത് വന്നാലും അതങ്ങനെ രണ്ടിനെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. അവളും അവന്മാരും ഒക്കെ എവിടെയൊന്ന് കൃത്യമായി വിവരം കീറ്റിക്കഴിഞ്ഞു. എന്തെങ്കിലും അവൻ കോമാ സ്റ്റേജിൽ കിടക്കുന്നില്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവനെങ്ങ് തീർത്ത് കളയാൻ വലിയ പാടൊന്നും ഉണ്ടാകില്ല. ബാക്കിയുള്ള അവൻ്റെ ആ ജീവനം അങ്ങെടുത്ത് അവളെ പിടിച്ചുകൊണ്ടുവരാനായി ഗൗതമും ഗോകുലും പോയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവർ പറഞ്ഞ കാര്യം ചെയ്ത് തീർത്തിട്ട് അവളെയും കൊണ്ട് ഇവിടെ എത്തിക്കോളും. അവരോട് സൂക്ഷിക്കാൻ പറയണം. നേരത്തെ പോലെയല്ല, ഇപ്പൊ അവന് ചുറ്റിനും ആളുകളുണ്ട്. ശേഖരൻ പറഞ്ഞു കേട്ട് ഗോവിന്ദൻ ഗൗരവത്തോടെ പറഞ്ഞു. അതോർത്തേട്ടൻ ടെൻഷൻ ആവണ്ട. നമ്മുടെ മക്കളല്ലേ, അവരെല്ലാം വേണ്ടതുപോലെ തന്നെ ചെയ്തോളും. ക്രൂരമായി ചിരിച്ചുണ്ടായാൽ പറഞ്ഞതും ഗോവിന്ദന്റെ മുഖത്തും അതേ ചിരി തെളിഞ്ഞു. എന്നാൽ ആ നിമിഷം ആ മനുഷ്യ ചെന്നൈകൾ അറിഞ്ഞിരുന്നില്ല പണത്തിനു വേണ്ടി തങ്ങൾ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ തന്നെ രക്തത്തെയാണ്. അധികം വൈകാതെ തന്നെ അതിനുള്ള തിരിച്ചടി തങ്ങളെ തേടി വരുമെന്നുമുള്ള സത്യം. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ത്രിലോകിന് പുനർജീവിതം ലഭിച്ചിട്ട് ഇന്നേക്ക് 3 ദിവസങ്ങൾ കൂടി പിന്നിട്ടു. ഈ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവനിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടായി. അവന്റെ ശരീരത്തിലെ നിർജീവ കോശങ്ങൾക്കെല്ലാം പുനർജീവൻ ലഭിച്ചു. തളർന്നുപോയ കാലുകളും കൈകളും ചെറിയ രീതിയിൽ ചലിച്ചു തുടങ്ങി. പതിയവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരുന്നു. ത്രിലോക് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് ശേഷം തിരികെ പോകാമെന്ന തീരുമാനത്തിലാണ് ആമി. ആമി വരാത്തത് കൊണ്ട് തന്നെ തപസ്സും അവൾക്കൊപ്പം തന്നെയുണ്ട്. ഒരു പക്ഷെ ത്രിലോക് ഉണരുമ്പോൾ അവളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവൾക്കൊരു ആശ്വാസമായി താൻ കൂടെ ഉണ്ടാകണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. മിയ, കാട്ടിലിരുന്ന് എന്തോ കാര്യമായി ചിന്തിക്കുന്ന ആമിയുടെ അരികിലേക്ക് തപസ് നടന്നു വന്നു. പിന്നിൽ നിന്നും അവൻ വിളിച്ച കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന തപസ്സിനെ കണ്ടവൾ ഒരു വാടി പുഞ്ചിരി മറുപടി നൽകി. എന്താടാ, ഇതുവരെ ടെൻഷൻ മാറിയില്ലേ? ശ്യാം പോയതിന്റെ വിഷമമാണോ? അവളുടെ വാടിയ മുഖം കണ്ടതും അവൻ അവൾ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ടെൻഷൻ ഒന്നുമില്ല തപസ്, ഒരു വിഷമം. ത്രിലോകേട്ടൻ എന്നെ മറന്നു പോയല്ലോ എന്നുള്ള വിഷമം, അത്രേ ഉള്ളൂ. പിന്നെ ശ്യാമേട്ടൻ പൂജ ചേച്ചിയെ കാണാനും അതോടൊപ്പം ത്രിലോകേട്ടൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടുവരാനും പോയതല്ലേ.
അതിനെന്തിനാ വിഷമിക്കുന്നത്? അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അല്പസമയം അവർ ഇരുവരും മൗനമായി അങ്ങനെ തന്നെ ഇരുന്നു. തപസ്. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ എന്ത് ചോദിക്കാനെന്നതുപോലെ അവനെ നോക്കി വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്താടാ? അവളുടെ മുഖത്തെ സങ്കടം കണ്ട് അവൻ നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഓർമ്മ വരുമ്പോൾ ത്രിലോകേട്ടന് ശരിക്കും എന്നെ മനസ്സിലാകില്ലേ തപസ്? ചുണ്ടു വിതുമ്പിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ അന്തം വിട്ടുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ഇനി ഒരു 2 ആഴ്ചക്കുള്ളിൽ ത്രിലോകന് പൂർണ്ണമായും ഭേദമാകുമെന്നും അവൻ കണ്ണുകൾ തുറന്ന് എല്ലാവരെയും കാണുകയും എന്ന് സ്വാമിജി അറിയിച്ചതിന് ശേഷമാണ് ആമയ്ക്ക് ഇത്രയും വിഷമമെന്ന് അവൻ ആലോചിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതിനെ പുഞ്ചിരിച്ചു. മുഖം കുനിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ്. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ മ്യൂസേ, ഇതിലെത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? അവൻ നിന്നെ ഓർമ്മയുണ്ടെങ്കിൽ അവൻ നിന്നെ നോക്കി ചിരിക്കും, ഇല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല. അത്രയേ ഉള്ളൂ. അവനൊരു തമാശ പോലെ പറയുന്ന കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. പോ അവിടുന്ന്. അവളുടെ നോട്ടം കണ്ട് അവൻ എന്തെന്ന രീതിയിൽ പുരികം പൊക്കി ചോദിച്ചതും അവൾ അവനെ തള്ളി മാറ്റിക്കണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. പിണങ്ങാതെ കണേ. അവളുടെ പിണക്കം കണ്ട് അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് എത്താൻ ശ്രമിച്ച ആ നിമിഷമാണ് ഗേറ്റ് കടന്നൊരു സ്പീഡിൽ അകത്തേക്ക് കയറി വന്നത്. തപസ് മാമയും നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് എഴുന്നേറ്റതും അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും 2 ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ പിന്നിലും ഗുണ്ടകളെ പോലെ തോന്നിപ്പിക്കുന്ന 2-3 പേരും പുറത്തേക്ക് ഇറങ്ങി. കണ്ടിട്ട് പണിയാണ് തോന്നല്ലോ മ്യൂസേ. തപസ് ആമിയുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അവന്മാർ വേഗം ഓഫീസ് റൂമിലേക്ക് കയറി പോകുന്നത് അവർ കണ്ടു. നീ വന്നേ. തപസ്സും വേഗം ആമിയുടെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി ചെന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ അങ്ങനെ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? വാതിൽക്കൽ എത്തിയതും അകത്തുനിന്നും സ്വാമിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കി. ദേ നോക്ക് സ്വാമിജി, വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത്. അവൻ ഇവിടെ ഉണ്ടെന്നുള്ള കൃത്യമായ വിവരം കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് അവൻ എവിടെയാണെന്ന് പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒറ്റ എണ്ണത്തിന് ഞങ്ങൾ വെറുതെ വിടില്ല. ഒരുത്തിന് സ്വാമിജിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുന്ന കേട്ടതും തപസ് അവനെ നോക്കി പല്ല് കാടിച്ചിട്ട് മോഷ്ടി ചുരുട്ടി. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ അങ്ങനെ ഒരാളെ ഇതുവരെയും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. സ്വാമിജി വീണ്ടും അതിനെ ആവർത്തിച്ചതും അയാൾ അദ്ദേഹത്തെ നോക്കി പൊച്ചത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. അപ്പോൾ പറയാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല അല്ലേ? എങ്കിൽ വേണ്ട, നിങ്ങൾ പറയണ്ട, ഞങ്ങൾ തന്നെ കയറി പരിശോധിച്ചോളാം. കയറി നോക്കട എല്ലായിടവും. ഒരൊറ്റ മുറി പോലും വീട്ടു കളയത്. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെയും കൊണ്ടേ നിങ്ങൾ പുറത്തേക്ക് വരാവൂ. അയാളെ കൊടുന്ന വേറെ ഒരുവൻ ആദ്യം അദ്ദേഹത്തെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞ ശേഷം തൻ്റെ കൂട്ടാളികളോടായി പറഞ്ഞതും അത് കേൾക്കേണ്ട താമസം അവന്മാർ ഓടി ആശ്രമത്തിനുള്ളിലേക്ക് കയറി ഓരോ മുറികളായി പരിശോധിക്കാൻ തുടങ്ങി. നിങ്ങളെന്തേ കാണിക്കുന്നത്? ഇതൊരു ആശ്രമമാണ്. നിങ്ങൾ മര്യാദയ്ക്ക് പുറത്തിറങ്ങുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കും. സ്വാമിജി അവിടെ മുന്നിൽ കയറി നിന്ന് അവരെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മാറി നിൽക്കടോ അങ്ങോട്ട്. അവന്മാർ അദ്ദേഹത്തെ തട്ടി മാറ്റിക്കൊണ്ട് ഓരോ മുറികളിലായി കയറി ഇറങ്ങി പരിശോധിച്ചുകൊണ്ടിരുന്നു. അയ്യോ സ്വാമിജി! എന്നാൽ അദ്ദേഹം വീഴുന്നത് കണ്ട് തപസ്സും മാമയും കൂടി ഓടിച്ചെന്ന് അദ്ദേഹത്തിന് താങ്ങി പിടിച്ചു. തപസ്, അവരെ തടയണം. ത്രിലോകിനെ അന്വേഷിച്ചു വന്നതാണ് അവർ. മിഥുനയുടെ സഹോദരന്മാർ. ഇവിടെ വച്ച് അവർ ത്രിലോകിനെ കണ്ടെത്തിയാൽ അവനെ അവർ വെറുതെ വിടില്ല. ചികിത്സ തുടങ്ങിയിട്ടല്ലേയുള്ളൂ. ഈ സമയത്ത് അവൻ്റെ ശരീരത്തിൽ ചെറിയൊരു ഉടവ് പോലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതവന് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കും. ആ പെൺകുട്ടി പ്രാർത്ഥനയോടെ പിടിച്ചെടുത്ത ആ ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്വാമിജി പറഞ്ഞു കേട്ട് ആമി ഭയത്തോടെ തപസ്സിനെ നോക്കി. തപസ്, ഇല്ല മിയ, ഈ തപസ് ജീവനോടെ ഉള്ളപ്പോൾ ഇവിടെ നിന്നും ഓരോരുത്തരും ത്രിലോകന്റെ ഒരു ചെറുവിരൽ പോലും തൊടില്ല. അവളുടെ മുഖത്തെ ഭയം കണ്ടതും അവൻ അവളുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു. ശേഷം അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവനും അവിടെ പിന്നാലെ ചെന്നു. അവിടെ നോക്കടാ, ഒറ്റയിടം പോലും വിട്ടുപോകരുത്. വരാന്തിയിലേക്ക് ഓടിക്കയറിയതും ആണുങ്ങളെ കിടത്തിരിക്കുന്ന ആരുടെ മുന്നിൽ നിന്നും ഒരുവന്റെ ശബ്ദം കേട്ടതും തപസ് അങ്ങോട്ടേക്ക് പാഞ്ഞു. ഇവിടെയൊന്നും അവനില്ല സാർ. ആരുടെ എല്ലായിടവും നോക്കിയ ശേഷം ഗുണ്ടകളിൽ ഒരുവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് നിരാശയുടെ പറയുന്ന കേട്ട് അയാൾ മുഷ്ടി ചുരുട്ടി. വെറുതെ വിട്ടില്ല ഞാൻ. അവനെ ഏതു പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും കണ്ടുപിടിച്ച് പരലോകത്തേക്ക് അയച്ചിരിക്കുന്ന ഈ ഗൗതം, അതിന് നിന്റെ തന്ത ഗോവിന്ദൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഗൗരവത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടും അവൻ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി. നീ ഏതാടാ? മുന്നിൽ നിൽക്കുന്ന തപസ്സിനെ കണ്ട് അവൻ പുച്ഛവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, അതല്ലോ ഇവിടുത്തെ കാര്യം. നിങ്ങളിവിടെ എന്ത് ചെയ്യുക? തപസ് അവിടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങളിവിടെ പലതും ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരടാ? അയാൾ പുച്ഛത്തോടെ ചോദിച്ചു കേട്ട് തപസ് ദേഷ്യത്തോടെ അവനെ നോക്കി. അങ്ങനെ നിന്നെയൊക്കെ തോന്നിയതുപോലെ ഓരോന്ന് ചെയ്യാൻ ഇതൊക്കെ നിന്റെ തന്ത ഉണ്ടാക്കി ഇട്ട വകയൊന്നും അല്ലല്ലോ. തപസ് പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് ഗൗതമിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. തന്തയ്ക്ക് പറയുന്നോടപ്പ
വായിൽ വന്നൊരു മുഴുത്ത തെറി വിളിച്ചുകൊണ്ട് അവൻ തപസ്സിനെ തല്ലാനായി കൈയും പൊക്കിക്കൊണ്ട് പാഞ്ഞു വന്നതും തപസ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് മുഷ്ടി ചുരുട്ടി അവൻ്റെ മൂക്കിൽ തന്നെ പഞ്ച് ചെയ്തു. അയ്യോ ചേട്ടാ! അവനൊരു നിലവിളിയോടെ നിലത്തേക്ക് വീണതും ഗോകുൽ ഓടി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തല്ലിക്കൊല്ലടാ ഈ! അവൻ അലറിയതും കുണ്ടുകൾ ഓരോന്നായി അവൻ്റെ നേരെ പാഞ്ഞു വന്നു. ആദ്യം തന്നെ നേരെ പാഞ്ഞു വന്നവൻ്റെ നെഞ്ചി നോക്കി തപസ് ആഞ്ഞു ചവിട്ടി. അവനൊരു നിലവിളിയോടെ മുറ്റത്തേക്ക് വീണതും ബാക്കിയുള്ളവന്മാർ ഒന്ന് സ്റ്റക്കായി. എന്താണ് നോക്കി നിൽക്കുന്നത്? പോയി അടിക്കട അവനെ! ഗൗതം വീണ്ടും അലറിയതും അവന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് തപസ്സിന് നേരെ പാഞ്ഞു വന്നു. അസാധ്യ മെയ്വഴക്കത്തോടെ തപസ് അവർ ഓരോരുത്തരെയും നേരിടുന്നത് കണ്ട് ഗൗതമും ഗോകുലും ഒരു ഞെട്ടലോടെയും ആ നിമിഷം സ്വാമിജിയുടെ കൂടെ അവിടേക്ക് വന്ന ആമയൊരു പുഞ്ചിരിയോടെയും നോക്കി നിന്നു.